ഇന്ന് നല്ല അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബീഫ് കറിയാണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, തക്കോലം ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 2.5 സവാളയും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റി കുറച്ച് ഉപ്പിട്ട് വഴറ്റാം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. വഴറ്റി മസാലകളായിട്ട് കാശ്മീരി മുളക് പൊടി, പെപ്പർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അളവ് ഞാൻ ഈ പറഞ്ഞ പോലെ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നമ്മൾ ഈ ബീഫിലോട്ട് ഇത് ചേർത്ത് ബീഫും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുവാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് പിന്നെയും കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ ബീഫ് സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് സ്റ്റോക്ക് ഇല്ലാത്തവർ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നിങ്ങളുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ച് ബീഫ് വേവിക്കാം. ബീഫ് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ വേറൊരു പാത്രത്തിൽ കുറച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും പച്ചമുളകും വറ്റൽമുളകും ഇട്ട് വഴറ്റി ഈ ബീഫ് കറി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടിത് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടതൊന്ന് മാറ്റി മൂടി വെക്കുക കേട്ടോ. ബീഫ് കറി റെഡിയാണ്. അതിൻ്റെ കളറ് കണ്ടോ എന്നാ ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഈ അപ്പത്തിൻ്റെ കൂടെ നല്ല കോംബോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.